ഹായ്! എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് കുറെ നാളായിട്ട് എൻ്റെ മനസ്സിൽ കൂടെ നടക്കുന്ന ഒരു സാധനമുണ്ട്. അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, കുറെ നാളല്ല കുറേ നാളായിട്ട് എനിക്ക് ചിലപ്പോഴെന്നല്ല എനിക്ക് എപ്പോഴും തന്നെ ഇതിങ്ങനെ തോന്നും. കാരണം നമ്മള് മനുഷ്യര് 99% പേരും 99 എന്നല്ല 100% തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ അതിൽ സമാധാനിക്കില്ല. നമുക്ക് എന്ത് കിട്ടിയാലും അപ്പൊ അത് വേണം. അപ്പൊ ഇത് വേണം. അത് തന്നെ. അയ്യോ അത് കിട്ടിയില്ല. അയ്യോ ഇത് കിട്ടിയില്ല. അയ്യോ അത് കിട്ടിയത് അവിടെ പോയില്ല. അയ്യോ ഇവിടെ പോയില്ല. അയ്യോ അതില്ല ഇതില്ല. എപ്പോഴും നമുക്ക് പരാതിയേ ഉള്ളൂ. അല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഭൂരിഭാഗം മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി അതല്ലാത്ത വല്ല നല്ലതായിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടാകും. അവര് പക്ഷെ കുറച്ച് പേര് മാത്രായിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പം എല്ലാവരുടെയും കാര്യം വ്യത്യസ്തമാണ് അല്ലേ? ഇപ്പം നമുക്ക് നല്ല വീടുണ്ട്. ചിലർക്ക് വീടില്ല. അപ്പം നമ്മളെപ്പഴും നമുക്കുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഓർത്ത് എപ്പഴും സമാധാനിക്കണം. അത് ഡോക്ടേഴ്സ് വരെ പറയുമല്ലോ. നമുക്ക് കയ്യിലുള്ളതെന്താണ്? അതിനെക്കുറിച്ച് ഓർത്തോണം നമ്മൾ സമാധാനിക്കാൻ. അപ്പൊ നമ്മള് ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ നമ്മളെ പ്രശ്നങ്ങൾ പറയുമ്പം അവര് നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്. അവര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ളത്? ഒരു വീടില്ലേ? നല്ല അച്ഛനമ്മമാരില്ലേ? സഹോദരനും ഇല്ലേ? കുറച്ച് നല്ല ബന്ധുക്കളില്ലേ? കുറച്ച് നല്ല സുഹൃത്തുക്കളില്ലേ? കുറച്ച് നല്ല നാട്ടുകാരില്ലേ? മേ ബി ചിലപ്പം ഇതൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടാവും. മേ ബി അല്ല. ഇതൊന്നുമില്ലാത്ത ആൾക്കാരും ഉണ്ട്. അതുണ്ട്. അപ്പം മറ്റുള്ളവരെ പോലെയാണോ നമ്മള്? ഇപ്പൊ ഒന്നും വേണ്ട. ഇത് കേൾക്കുന്ന നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ? ഫോൺ മേടിച്ചു തന്നത് ആരാ? ഫോണില് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ടല്ലേ ഞാൻ പറയുന്ന ഈ വീഡിയോ കേൾക്കുന്നത്? അല്ലേ? ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണേ. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇതൊന്നും അറിയാതെ നമ്മള് അയ്യോ അത് കിട്ടിയില്ല. അയ്യോ ഇത് കിട്ടിയില്ല. അയ്യോ അത് വേണം. അയ്യോ ഇത് വേണം. അത് വേണം ഇത് വേണം. എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ആദ്യം നമ്മള് ആഹ് നമ്മള് അതുണ്ടല്ലോ. എനിക്കുണ്ട്. എനിക്കതുണ്ട്. എത്ര പേർക്ക് നമ്മൾക്കുള്ളതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. വെറുതെ നമ്മള് ഓരോ പുറത്ത് പോകുമ്പോഴൊക്കെ കാണാലോ. ഈ ചെറിയ 1, 2 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അച്ഛനില്ല, അമ്മയില്ല, വീടില്ല, നാടില്ല. റോട്ടിലൊക്കെയാ നടക്കുന്നെ. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. അല്ലേ? ഉം. പക്ഷെ അങ്ങനെയൊന്നും നമുക്കുള്ള കാര്യങ്ങൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കില്ലാത്തതിനെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ചിന്തിക്കണം. നമ്മളെപ്പോഴും ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെന്നും രാവിലെ എണീക്കുമ്പഴും രാത്രി കിടക്കാൻ നേരത്തും നമ്മളെല്ലാത്തിനും നമ്മളെ ദൈവത്തിനോട് നന്ദി പറയണം. നല്ല അച്ഛനും അമ്മയും ഉണ്ടോ? താങ്ക് ഗോഡ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടോ? താങ്ക് ഗോഡ്. നല്ല വീടുണ്ടോ? താങ്ക് ഗോഡ്. നല്ല ഭക്ഷണം 4 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടോ? താങ്ക് ഗോഡ്. ഇടാൻ നല്ല വസ്ത്രങ്ങളുണ്ടോ? താങ്ക് ഗോഡ്. ഭക്ഷണം കിട്ടുന്നില്ലേ? ഭക്ഷണം. താങ്ക് ഗോഡ്. കുറച്ച് സുഹൃത്തുക്കളോ കുറച്ച് ഇല്ലേ നിങ്ങക്കില്ലേ? സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാര് കുറച്ച് നല്ല മനുഷ്യർ നിങ്ങളുടെ കൂടെ ഉണ്ടോ? താങ്ക് ഗോഡ്. എപ്പോഴും അത് ചിന്തിച്ചാ മതി. അല്ലെങ്കിൽ എനിക്കതില്ല, എനിക്കിതില്ല, അത് നമ്മൾക്കതൊന്നും എപ്പോഴും നമ്മള് താങ്ക്ഫുൾ ആയിട്ട് ജീവിക്കണം. താങ്ക്ഫുൾ ആയിട്ട്. കാരണം നമ്മളുടെ അത്രയും പോലും ഉള്ള ഇതില്ലാത്തവരുണ്ട് ഈ ലോകത്ത്. അല്ലേ? ഞാനിപ്പോ ഇതൊക്കെ എന്തിനാ പറയുന്നേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഞാൻ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പം ഈ വീഡിയോ ആയിട്ട് ഇടുന്നത്.
കാണേണ്ടവർക്ക് കാണാം. ലൈക്ക് അടിക്കേണ്ടവർക്ക് ലൈക്ക് അടിക്കാം. കമന്റ് ഇടേണ്ടവർക്ക് കമന്റ് ഇടാം. ഇറ്റ്സ് അപ്പോൺ യു. താങ്ക് യു.